ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവും പിന്നീട് അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമങ്ങളുമായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസ് ചാനലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് സമയം. ജയിൽ അധികൃതർ നേരത്തെ പറഞ്ഞത് പുലർച്ചെ ഒരു 4:30-യോടെയൊക്കെയാണ് ജയിൽ ചാടിയിട്ടുള്ളത്. 5:30-യോടെയൊക്കെ വിവരം അറിഞ്ഞു, അപ്പോഴേക്കും പരിശോധന നടത്തിയെന്നതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടല്ലോ. പറഞ്ഞോളൂ രാഹുൽ, പറഞ്ഞോളൂ. ഗോവിന്ദചാമിയെ പോലെ നിരവധി ആളുകൾ ലോകത്തിന്റെ പല ജയിലുകളിൽ നിന്നും പലതവണ ചാടി രക്ഷപ്പെട്ട നിറം പിടിപ്പിച്ച കഥകൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഹോളിവുഡിലെയും ബോളിവുഡിലെയുമുള്ള സിനിമാ കഥകളുടെ കേന്ദ്ര കഥാപാത്രമായി, കേന്ദ്ര പ്രമേയമായി ജയിൽ ചാട്ടം വരുന്നത്. ദ ഗ്രേറ്റ് എസ്കേപ്പ്, എസ്കേപ്പ് ഫ്രം അൽക്കാട്രസ് തുടങ്ങിയ സിനിമകളൊക്കെ ഇത്തരത്തിൽ ജയിൽ ചാട്ടത്തെ പ്രമേയമാക്കി അവതരിപ്പിച്ച സെൻസേഷനുകളായി മാറിയ സിനിമകളാണ്. ഇനി ഗോവിന്ദചാമിയിലേക്ക് വരാം. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം കേവലം ഒരു അസ്വാഭാവികതയായി നമുക്ക് കാണാനേ കഴിയില്ല. കാരണം ഇത് കൃത്യമായി വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ജയിൽ സംവിധാനത്തിന്റെ പോരായ്മയിലേക്കും കറപ്റ്റഡായ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനത്തിലേക്കുമാണ്. നമ്മുടെ ജയിലുകളിൽ കഴിയുന്ന ഒരുപാട് തടവുപുള്ളികൾ VIP ഗസ്റ്റുകളാണ്, ചിലർ കൊടും കുറ്റവാളികളാണ്. പക്ഷേ ഇത്തരത്തിലുള്ള VIP ഗസ്റ്റുകൾക്ക് ലഭിക്കുന്ന പരിലാളനയും സൗകര്യങ്ങളും കേട്ടാൽ ഒരുപക്ഷെ കേരളം തന്നെ ഞെട്ടിത്തെറിച്ചു പോകും. ഇത്തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ജയിലിലെ കാലത്തും VIP പരിഗണന. ജയിലിൽ ലഹരി ഉപയോഗിച്ചാലും, ജയിൽ വാർഡന്മാരെ തല്ലിച്ചതച്ചാലും, ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലും, സ്വർണ്ണക്കടത്തും കൊട്ടേഷൻ പ്രവർത്തനവും ജയിലിലിരുന്ന് ആസൂത്രണം ചെയ്താലും ഒരു നടപടിയും ഉണ്ടാകില്ല. പരോളിലിറങ്ങി കൊട്ടേഷൻ കൊടുത്താലും ജയിൽ ബുക്കിൽ ബ്ലാക്ക് മാർക്ക് വീഴില്ല. കൊടുങ്കുറ്റവാളികളായ കൊടീസുനിയും പൾസർ സുനിയും ഇത്തരത്തിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന, എല്ലാവിധ സൗകര്യങ്ങളും ലഭിച്ചിരുന്ന തടവുപുള്ളികളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ അടുത്തിടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഷെറിൻ എന്ന വധക്കേസിലെ പ്രതിക്കും ഇത്തരത്തിൽ വഴിവിട്ട ഇടപാടുകൾ ജയിൽ ജീവനക്കാർ ചെയ്തു കൊടുത്തിരുന്നു എന്നത് സഹ തടവുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വധക്കേസിലെ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഷെറിൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പോൾ മറ്റുള്ള തടവുകാരെ പോലെ അവർക്ക് ഊരി നിന്നിട്ട് ഭക്ഷണം വാങ്ങിയിരുന്നില്ല. അവർക്ക് 3 നേരം അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങി കൊടുക്കാറാണ് പതിവ്. പിന്നെ അത് മാത്രമല്ല, അവർ സ്വന്തമായിട്ട് അവർക്ക് കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സൊന്നല്ല അവർ ധരിച്ചിരുന്നത്, വെള്ള ഡ്രസ്സ് തന്നെ ധരിച്ചിരുന്നത്. അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമെ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുകൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ. ഇതിനു പുറമെയാണ് ജയിലിലേക്ക് ഒഴുകുന്ന ലഹരി പദാർത്ഥങ്ങൾ. പലപ്പോഴും തടവറകളിൽ കഴിയുന്ന ജയിൽ പുള്ളികൾക്ക് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും രാസലഹരി സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നാണ് നേരത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ഒരു പ്രതി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. കേരളത്തിലെ ജയിലുകളിൽ രാസലഹരി സുലഭമാണെന്ന് ബ്രൗൺ ഷുഗർ കടത്തിയ കേസിൽ 10 വർഷം ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ പ്രതി വെളിപ്പെടുത്തുന്നു. തടവുപുള്ളികളാണ് ജയിലിൽ ഭരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ എല്ലാ ഒത്താശയും ചെയ്തു തരാറുണ്ടെന്നുമാണ് തലശ്ശേരി സ്വദേശി കക്കൻ നൌഷാദ് റോവിംഗ് റിപ്പോർട്ടറോട് വെളിപ്പെടുത്തിയത്. എക്സൈസ് ഉദ്യോഗസ്ഥരുമായി ധാരണയിലെത്തിയാണ് മിക്കയിടത്തും ലഹരി കച്ചവടം. കേരളത്തിൽ 3 സെന്ററിൽ ഞാൻ കടത്തിയിട്ടുണ്ട്. എല്ലാ ജയിലും മയക്കുമരുന്ന് സുലഭമായിട്ട് കിട്ടും. പുറത്ത് നാട്ടുകാർ പേടിക്കണം, പോലീസിനെ പേടിക്കണം, ജയിൽ ആരെയും പേടിക്കണ്ട. ഉദ്യോഗസ്ഥന്മാർ ഒപ്പിടാൻ വേണ്ടി മാത്രം, ബാക്കി എല്ലാം നിയന്ത്രിക്കുന്ന തടവുകാർ. ഗുണ്ടാതലന്മാരുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനും കേരള പോലീസ് ഏറെ പ്രസിദ്ധമാണ്. കൊച്ചിയിലെ ജയിലിൽ നിന്ന് റിട്ടയർഡായി പോകുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ, ഒരു ജീവനക്കാരന്റെ ഫെയർവെൽ പാർട്ടിയിൽ പങ്കെടുത്തത് ആ നാട്ടിലെ ഗുണ്ടാ തലവന്മാരായിരുന്നു. മാത്രമല്ല, ഇതിനു മുമ്പ് ഗുണ്ടാ തലവന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബർത്ത്ഡേ പാർട്ടി നടത്തിയ വിഷ്വൽസും അതിനെ തുടർന്നുണ്ടായ നടപടിയും നമ്മുടെ കേരള പോലീസിനെ ഏറെ കളങ്കപ്പെടുത്തുന്നതാണ്. എന്നാൽ കേരള പോലീസിന്റെ അനാസ്ഥ മാത്രമാണോ ഇത്തരത്തിലുള്ള ജയിൽ ചാട്ടങ്ങൾക്ക് കാരണമെന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ അത് മാത്രമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യത്തിൽ ജയിൽ പുള്ളികളെ നിരീക്ഷിക്കാനോ അവരെ പ്രോപ്പറായി മോണിറ്ററിങ് ചെയ്യാനോ കൃത്യമായ സംവിധാനങ്ങളോ CCTVയോ അതിനുള്ള ജീവനക്കാരോ നമ്മുടെ ജയിലുകളിൽ ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇത് കേരളത്തിന്റെ മാത്രം ചിത്രമല്ല. കേരളത്തിന് പുറത്തുമുള്ള ജയിലുകളിലും ഇതേ ഒരു ദയനീയമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പല ജയിലുകളും ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പഴക്കമേറിയ ജയിലുകളാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഒന്ന്, ഈ പ്രിസൺ എന്ന വകുപ്പ് അത് പ്രധാനമായും സ്റ്റേറ്റ് ലിസ്റ്റിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് നൽകി ഇതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാനോ ഇൻഫ്രാസ്ട്രക്ചർ അപ്ലിഫ്റ്റ്മെന്റ് നടത്താനുള്ള ശ്രമങ്ങൾ ഒന്നും നടത്താറില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ കൃത്യമായ ഫണ്ടില്ല എന്നതാണ്, മെക്കാനിസം ഇല്ല എന്നതാണ്. പലപ്പോഴും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്ത സർക്കാർ സംവിധാനത്തിന് എങ്ങനെയാണ് ജയിൽ ജീവനക്കാരുടെ അല്ലെങ്കിൽ ജയിലിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആദി കാര്യമായി ഉണ്ടാവുക? ഇതിനൊരു പരിഹാരം എന്ന നിലക്കാണ്
സെൻട്രൽ ഗവൺമെൻറ് ഒരു മോഡൽ സ്റ്റേറ്റ് പ്രിസൺ ആക്ട് കൊണ്ടുവരുന്നത് 2023-ലാണ് ഇത് അവതരിപ്പിക്കുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ് ആയതിനാൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് കാര്യമായി ഇതിൽ ഇടപെടാൻ കഴിയാറില്ല. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം എന്ന നിലക്കാണ് മോഡൽ പ്രിസൺ ആക്ട് 2023-ൽ കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിക്കുന്നത്. ഇത് പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജയിലുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളെ കൃത്യപ്പെടുത്തുകയും അത് മോണിറ്ററിംഗ് നടത്താനുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്നതിനുള്ള ഒരു ഗൈഡൻസ് ഡോക്യുമെൻ്റ് ആയിരുന്നു മോഡൽ പ്രിസൺ ആക്ട്. മാത്രമല്ല ജയിൽ ജീവനക്കാർ അനാവശ്യമായി അനധികൃതമായി തടവ് പുള്ളികളുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ വൈവിട്ട ഇടപാടുകൾ അവർക്ക് ചെയ്തു കൊടുക്കുകയോ ചെയ്താൽ അവരുടെ മേൽ നടപ്പിലാക്കേണ്ട പണിഷ്മെൻറ്റിനെ കുറിച്ചുമുള്ള ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആയിരുന്നു മോഡൽ പ്രിസൺ ആക്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ മോഡൽ പ്രിസൺ ആക്ട് പല സ്റ്റേറ്റുകളും ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല എന്നതാണ്, അതിലെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ജയിലുകളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഓവർ ക്രൗഡിംഗ് ആണ്. അതായത് ജയിലുകളിൽ താമസിപ്പിക്കാൻ കഴിയുന്ന ജയിൽ പുള്ളികളേക്കാൾ അധികം ആളുകൾ നമ്മുടെ ജയിലിൽ തടവറയിൽ താമസിപ്പിക്കപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാഷണൽ ആവറേജ് ഒക്യുപ്പൻസി റേറ്റ് 118%. അതായത് സാധാരണ ഒഫീഷ്യൽ കപ്പാസിറ്റിയുടെ 18%-ലധികം ആളുകൾ ജയിലിൽ കഴിയുന്ന തടവുപുള്ളികളുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സെല്ലുകളിൽ തന്നെ ഒന്നിലധികം ആളുകളെ താമസിപ്പിക്കേണ്ട ഒരു ഗതികേട് സ്വാഭാവികമായും ഇത്തരം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക്, ഇത്തരം ജയിലുകൾക്ക് വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ തന്നെ നമ്മുടെ രാജ്യത്തെ അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന സ്റ്റേറ്റുകളാണ് സദേൺ സ്റ്റേറ്റുകൾ. പക്ഷേ ഇത്തരം സദേൺ സ്റ്റേറ്റുകളിലെ ഒക്യുപ്പൻസി റേറ്റിൽ പോലും ഏറ്റവും പിന്നിലുള്ളത് കേരളമാണ്. ആന്ധ്രാപ്രദേശിൽ 84-ഉം കർണാടകയിൽ 104-ഉം തമിഴ്നാടിൽ 77-ഉം തെലങ്കാനയിൽ 81-ഉമാണ് ഒക്യുപ്പൻസി റേറ്റെങ്കിൽ കേരളത്തിൽ അത് 107%. സ്വാഭാവികമായും ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ജയിലുകളിൽ കാര്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഒരുക്കി കൊടുക്കുന്നത് സർക്കാർ സംവിധാനം ഒരു പരാജയമാണ് എന്ന് തന്നെയാണ്. ഇതിന് പുറമെയാണ് അനന്തമായി നീണ്ടുപോകുന്ന വിചാരണ തടവുകാരെ കൊണ്ട് നമ്മുടെ ജയിലറകൾ കുത്തി നിറച്ചിട്ടുള്ളത്. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് 2025 പ്രകാരം നമ്മുടെ ജയിലുകളിൽ കഴിയുന്ന തടവ് പുള്ളികളിൽ 75% ആളുകളും ഇത്തരത്തിലെ വിചാരണ തടവുകാരാണ്. അതായത് ഗോവിന്ദചാമിയെ പോലെ കൊടും കുറ്റവാളികളല്ല എന്നർത്ഥം. അല്ലെങ്കിൽ ഗോവിന്ദചാമിയെ പോലെ കോടതി കുറ്റവാളികളാണ് എന്ന് തീർപ്പ് കൽപ്പിക്കപ്പെടാത്ത ആളുകളാണ് 76% തടവുകാരുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാന പ്രശ്നം നമ്മുടെ ജയിലുകളിലുള്ള സ്റ്റാഫ് ഷോർട്ടേജാണ്. ഗോവിന്ദചാമി രക്ഷപ്പെട്ട രാത്രി പോലും അവിടെ സുരക്ഷയൊരുക്കാനും തടവ് പുള്ളികളെ നിരീക്ഷിക്കാനുമുള്ള ജീവനക്കാർ മതിയാവിധം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മുടെ കേരളത്തിലെ ജയിലുകളിൽ 10,000-ഓളം തടവുകാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കുറഞ്ഞത് 3 ഷിഫ്റ്റുകളിലായി 5,000 ജീവനക്കാർ വേണമെന്നതാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇതിന് പകരം 1,234 പേർ മാത്രമാണ് ഇവിടെയുള്ളത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്താകമാനം ഒഴിഞ്ഞു കിടക്കുന്നത് 126-ഓളം ജയിൽ തസ്തികകളാണ് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും നിലവിലുള്ള ജീവനക്കാരെ കൊണ്ട് റണ്ണ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ജയിൽ ജീവനക്കാർക്ക് ജയിൽ സൂപ്രണ്ടിന് വരുന്നു. സ്വാഭാവികമായി അതിൽ നിന്നുണ്ടാകുന്ന അമിതമായ ജോലിഭാരവും കടുത്ത മാനസിക സംഘർഷങ്ങളും ജയിൽ ജീവനക്കാർ അനുഭവിക്കുന്നുണ്ട് എന്നതാണ് ഒരു സത്യം. പലർക്കും 24/7 ജോലി സമയമായിട്ട് നിശ്ചയിച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവരിൽ നിന്നുണ്ടാകുന്ന ചില പാകപ്പിഴവുകൾ തടവ് പുള്ളികൾ ഒരു ആയുധമാക്കിയെടുക്കുകയും ഇത്തരത്തിലുള്ള ജയിൽ ചാട്ടവും മറ്റും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നത്. ഗോവിന്ദചാമി രക്ഷപ്പെട്ടപ്പോൾ പോലും ഈ തടവ് പുള്ളികളെ നിരീക്ഷിക്കാൻ ഒരൊറ്റ ജീവനക്കാർ മാത്രമായിരുന്നു കണ്ണൂർ ജയിലിൽ ഉണ്ടായിരുന്നു എന്നതാണ് അന്നത്തെ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല ജോലി ഭാരത്തെ തുടർന്ന് ഈ ജോലി ഉപേക്ഷിക്കുകയും ഒന്നുകൂടി നല്ല ജോലികളിലേക്ക് എത്തുമ്പോൾ എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ ജയിലുകളിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റ് തൊഴിൽ തേടി പോകുന്ന നിരവധി ഉദ്യോഗാർത്ഥികളും നമ്മുടെ ജയിൽ സംവിധാനത്തിലും നമ്മുടെ ബ്യൂറോക്രസിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി പറയൂ, ഇവിടെ ഗോവിന്ദചാമി രക്ഷപ്പെട്ടിലെ ഉത്തരവാദി ആരാണ്? സത്യത്തിൽ ജയിൽ ജീവനക്കാരാണോ, അതോ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥരാണോ, അതോ നമ്മുടെ സിസ്റ്റം തന്നെ ഒരു പരാജയമാണോ എന്ന് നിങ്ങളാണ് പറയേണ്ടത്.